ആദ്യകാലത്ത് ഒരു മൊബൈൽ ഫോണിനെ എല്ലാവരും കണ്ടത് മറ്റൊരാളെ കോൾ ചെയ്യുന്ന ഒരു ഡിവൈസായിട്ട് മാത്രമാണ്. എന്നാൽ ഇതേ മൊബൈൽ ഫോൺ പിന്നീട് ക്യാമറയ്ക്ക് പകരമായും പാട്ട് കേൾക്കുവാനും എന്തിന് നോട്ട്സ് എഴുതുവാൻ വരെ എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങി. ഇപ്പോൾ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് PDF ഡോക്യുമെന്റുകളാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളെയും റീപ്ലേസ് ചെയ്യാനാണ് മൊബൈൽ ഫോണും ശ്രമിച്ചത്. എന്നാൽ സാധാരണപ്പെട്ട ആരും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാത്തൊരു കാര്യമാണ് 2023-24 വർഷത്തിലൊക്കെ മൊബൈൽ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങളുടെ അറിവിലേക്കും അതുമാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എവിടേക്കാണ് വരുന്നത് എന്നൊരു സൂചനയ്ക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, തീർച്ചയായിട്ടും ഈ ഒരു ചാനലിനെ കൂടുതൽ പേരിലേക്ക് ആകർഷിച്ച ഷോർട്ട് കട്ടുകളെ കുറിച്ചുള്ള വീഡിയോ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ട് എന്ന നിലയിൽ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് തരുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്റ്റഡി മെറ്റീരിയലായിട്ട് കൊടുക്കുന്നത് PDF ഡോക്യുമെന്റുകളാണ്. അല്ലാതെ തന്നെ നമ്മുടെ ദിനം പ്രതിയുള്ള പല കാര്യങ്ങളിലും PDF ഡോക്യുമെന്റുകൾ ഉപയോഗിക്കാറുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വളരെ ക്ലെവറായിട്ട് യൂസ് ചെയ്യുന്ന PDF ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് UPDF എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ല. ഇതേ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ആൻഡ്രോയിഡിലും ഐപാഡിലും അല്ലെങ്കിൽ മാക് OSലും അതും അല്ലെങ്കിൽ വിൻഡോസ് PCയിലും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ലേഔട്ടാണ് വരുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു പ്ലസ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഇവിടെ UPDF AI എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചാറ്റ് ഓപ്ഷൻ കാണാൻ കഴിയും. ഞാനിവിടെ പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കി. ഉദാഹരണമായിട്ട് എനിക്ക് ആവശ്യമുള്ളൊരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാൻ എന്താണ് വേണ്ടതെന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. പെട്ടെന്ന് തന്നെ അതിന്റെ റിപ്ലൈ വന്നതേ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് അതിന് ഉത്തരം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ലഭിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു ആരോ മാർക്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് സമ്മറൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന എന്ത് ടെക്സ്റ്റും അത് മറ്റൊരു സ്ഥലത്ത് നിന്ന് കോപ്പി ചെയ്ത് കൊണ്ടുവരുന്ന ഫയലായിരിക്കും. അതിവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സമ്മറൈസ് ചെയ്ത് വളരെ ക്രിസ്പായിട്ടുള്ള ചില പോയിന്റ്സുകൾ നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ്. ഇനി എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ടെക്സ്റ്റ് ഓപ്ഷനിൽ കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇങ്ങനെ പല ഉപകാരപ്രദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് UPDFന്റെ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതൊന്നും കൂടാതെ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ചില ലാംഗ്വേജസിലേക്ക് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഉപകാരപ്രദമാകുന്നതാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു PDF ആപ്ലിക്കേഷനാണ്. AIയുടെ കൂടുതൽ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് ഈ ആപ്ലിക്കേഷനിൽ വരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു PDF ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു PDF ആപ്ലിക്കേഷനിൽ നമുക്ക് ഉപകാരപ്രദമായ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു പാരഗ്രാഫിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബോക്സ് നമുക്ക് സെലക്ട് ആവുന്നതായി കാണാൻ കഴിയും. ഇനി ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എല്ലാം കഴിയുന്നതാണ്. ഇങ്ങനെ എഡിറ്റ് ചെയ്യുക മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ലേഔട്ട് മാറ്റണം, ഉദാഹരണമായിട്ട് ഒരു ഇമേജ് വല്ലതും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിൽ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലേഔട്ട് തന്നെ മാറുന്നതായി കാണാൻ കഴിയും. ഇനി എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ വളരെ ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു PDF ആപ്ലിക്കേഷൻ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു പെൻ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുവാനും മാർക്ക് ചെയ്യുവാനും ഇങ്ങനെ ലൈൻ കൊടുക്കുവാനും അതുമല്ലെങ്കിൽ ഇറേസ് ചെയ്യുവാനുമുള്ള പല ഓപ്ഷൻസും ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ ടാപ്പ് ചെയ്ത് മാർക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ലൈനിലൂടെ ചേർന്ന് തന്നെ വരുന്നതാണ്. ഇതുകൂടാതെ സ്ട്രൈക്ക് ത്രൂ, ഹൈലൈറ്റ്, അണ്ടർലൈൻ, ഇങ്ങനെ കുറച്ച് വ്യത്യസ്തമായുള്ള രീതിയിലുള്ള അണ്ടർലൈൻ, ഇനി ഓരോ കാര്യങ്ങൾക്കും വേണ്ട ഫോണ്ട്, ഇനി ഓരോ കാര്യങ്ങൾക്കും വേണ്ട കളറ്, ഇങ്ങനെ പല കാര്യങ്ങളിലും ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ലഭിക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന ഇമേജ് ആൻഡ് ടെക്സ്റ്റ് ഓപ്ഷനിൽ വന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബോക്സ് സെലക്ട് ചെയ്ത് പ്രോപ്പർട്ടീസിൽ വന്ന് മൊത്തം ആ ഒരു പാരഗ്രാഫിന്റെ ഫോണ്ട് മാറ്റുവാനും അതല്ലെങ്കിൽ ബോൾഡ് ചെയ്യാനും ടെക്സ്റ്റിന്റെ കളർ മാറ്റുവാനും അല്ലെങ്കിൽ അലൈൻമെന്റ് തന്നെ മാറ്റുവാൻ കഴിയുന്നതാണ്. സിമ്പിളായി പറഞ്ഞാൽ ഒരു വേർഡ് ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു PDF ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഷേപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷേപ്പുകൾ ഇൻസേർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ കാണുന്ന ഇമേജ് ആൻഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പല ഓപ്ഷൻസ് വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങളുടെ PDF ഡോക്യുമെന്റിലേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു പാരഗ്രാഫ് സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊരു ഫോട്ടോസ് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് ആഡ് ചെയ്യാൻ വളരെ എളുപ്പം തന്നെ കഴിയുന്നതാണ്. അതുമല്ലെങ്കിൽ PDF ആപ്ലിക്കേഷനകത്ത് ഡയറക്റ്റ് വെബ് ലിങ്ക്സ് വരുന്ന രീതിയിലും ലിങ്കുകൾ കൊടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ PDFിലേക്ക് എന്തെങ്കിലും ഒരു വാട്ടർമാർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കഴിയുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, ഉദാഹരണം നിങ്ങൾ വെബ്സൈറ്റിൽ നിന്നൊക്കെ ആധാർ ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ആധാർ മിക്കവാറും ഒരു ലോക്ക് ചെയ്ത ഡോക്യുമെന്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ആ ഒരു ലോക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന PDF ആപ്ലിക്കേഷനകത്ത് കഴിയില്ല. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് ഒരു PDF ആപ്ലിക്കേഷൻ പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്യാനും പാസ്വേഡ് അറിയാവുന്ന
ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാസ്വേഡ് റിമൂവ് ചെയ്യാനും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ PDF-ന് വേണ്ട ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ലഭിക്കുന്നതാണ്. എന്നാൽ ഇതൊന്നുമല്ല ഈ ഒരു ആപ്ലിക്കേഷനെ മറ്റ് ആപ്ലിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം തന്നെയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു കാര്യം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് UPDF AI എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ സമ്മറൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഒരു ചാറ്റ് ബോക്സിലേക്ക് പോകും. അപ്പോൾ ഇതൊരു ചോദ്യമായിട്ടാണ് അവിടെ വരുന്നത്. എന്നാൽ സമ്മറൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അത്രയും കാര്യങ്ങൾ സമ്മറൈസ് ചെയ്ത് നമുക്കൊരു റിപ്ലൈ ഇവിടെ ലഭിക്കുന്നതാണ്. അങ്ങനെ സമ്മറൈസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പം കോപ്പി ചെയ്യാനും ഓപ്ഷനുണ്ട്. അത് മറ്റൊരിടത്തേക്ക് പേസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ ഉപകാരമാകുന്നത് ഒരു ഫുൾ PDF നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പ്ലസ് ബട്ടണിൽ വന്ന് നിങ്ങൾ ഫയൽ ഓപ്ഷനിൽ പോയി ഏതെങ്കിലും ഒരു PDF ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുക. ഇനി ഇവിടെയായി കാണുന്ന AI എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഒരു സമ്മറി നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. എന്തിനെക്കുറിച്ചാണ് കാര്യങ്ങൾ പറയുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോ പേജും സമ്മറൈസ് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ കഴിയും. അപ്പോൾ ഓരോ പേജിൻ്റെ സെക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെക്ഷനിലെ കാര്യങ്ങൾ പെട്ടെന്ന് സമ്മറൈസ് ചെയ്ത് ക്രിസ്പായിട്ട് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഉത്തരങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ സഹായിക്കുന്നതാണ്. പഠിക്കുന്നവർക്കൊക്കെ അറിയാം, ഒരുപാട് പേജുകളുള്ള ടെക്സ്റ്റ് ബുക്കുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ എന്നാൽ വളരെ കൃത്യതയോടെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. ഇതേപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ. ഉദാഹരണമായിട്ട് ഇത്രയും ടെക്സ്റ്റുകൾ ഞാൻ സെലക്ട് ചെയ്തു. അതിനകത്ത് UPDF-ന്റെ AI-യുടെ ഓപ്ഷനിൽ വന്ന് എക്സ്പ്ലെയിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തിനെക്കുറിച്ചാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. സമ്മറൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും നോട്ട്സുകളൊക്കെ എഴുതാനുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെറിയ പോയിന്റ്സുകളായിട്ട് കാര്യങ്ങൾ സമ്മറൈസ് ചെയ്തും തരുന്നതാണ്. ഇനി ട്രാൻസ്ലേറ്റ് ചെയ്യാനാണെങ്കിൽ ട്രാൻസ്ലേറ്റ് ഓപ്ഷനും PDF-ന്റെ ഈ ഒരു ഓപ്ഷനിൽ ലഭിക്കുന്നതാണ്. PDF ആപ്ലിക്കേഷൻ മാത്രമല്ല കേട്ടോ, നമുക്ക് ഇതിനകത്ത് കുറച്ച് ക്ലൗഡ് സ്റ്റോറേജും കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന PDF ഫയലുകൾ ഈ ഒരു ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ UPDF ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നും ആ ഒരു ഡോക്യുമെന്റ്സ് ഓപ്പൺ ചെയ്യാൻ കഴിയും. വളരെ ചുരുക്കി പറഞ്ഞാൽ PDF ആപ്ലിക്കേഷന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ്, അതായത് അനോട്ടേറ്റ് ചെയ്യാൻ, ഹൈലൈറ്റ് ചെയ്യാൻ, അണ്ടർലൈൻ ചെയ്യാൻ, ടിക്കി നോട്ട്സ് ആഡ് ചെയ്യാൻ, സ്റ്റാമ്പ്സ് ആഡ് ചെയ്യാൻ, നിങ്ങളുടെ സിഗ്നേച്ചർ ആഡ് ചെയ്യാൻ, അതുമല്ലെങ്കിൽ PDF ആപ്ലിക്കേഷനുകൾ എഡിറ്റ് ചെയ്യുവാൻ, ലേഔട്ട് ചേഞ്ച് ചെയ്ത് ടെക്സ്റ്റുകളും ഇമേജുകളും ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അതിലേക്ക് ആഡ് ചെയ്യുവാനും അല്ലെങ്കിൽ പുതിയ ഇമേജുകൾ കൊണ്ടുവരുവാനും, PDF ഡോക്യുമെന്റുകൾ പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്യാനും, ഏതൊരു PDF ഫയലിന്റെ പാസ്വേഡ് റിമൂവ് ചെയ്യാനും, അതുമല്ലെങ്കിൽ PDF-ന്റെ എല്ലാ തരത്തിലുള്ള ഓർഗനൈസിങ്, അതായത് പേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, പുതിയ പേജുകൾ ആഡ് ചെയ്യാനൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾക്ക് സഹായമാകുന്നതാണ്. പുതിയ പേജുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷനും ഈ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. എന്തായാലും ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഡൗൺലോഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്രദമാകുമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇതൊരിക്കലും ഒരു ഫ്രീ ആപ്ലിക്കേഷൻ അല്ല, ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. പ്രത്യേകിച്ച് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരുപാട് PDF ഡോക്യുമെന്റ്സ് എഡിറ്റ് ചെയ്യാനുള്ളവർക്കൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. എന്തായാലും ഷോർട്ട് കട്ടുകളെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് വീഡിയോക്ക് ഒരു ലൈക്ക് തന്ന് ഈ ഒരു ചാനലിനൊരു സപ്പോർട്ട് എന്ന രീതിയിൽ കൂടെ നിൽക്കാൻ മറക്കണ്ട. വീഡിയോ ഇതുവരെ കണ്ടതിന് നന്ദി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.